നമ്മളിത് പട്ടേൽ എഞ്ചിനീയറിംഗിന്റെ ചാർട്ടാണ് ജസ്റ്റ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഇവിടെ പട്ടേൽ എഞ്ചിനീയറിംഗിന്റെ ചാർട്ട് എടുത്ത് വരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ വീക്ക്ലി ടൈം ഫ്രെയിം ഇട്ടാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ അത്യാവശ്യം ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നിലയിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ സപ്പോർട്ട് കിട്ടി, സപ്പോർട്ട് ഉണ്ട്, ഇവിടെ സപ്പോർട്ട് ഉണ്ട്, സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തു, റെസിസ്റ്റൻസിലേക്ക് മാറി, ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സപ്പോർട്ടിലേക്ക് കയറി, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു. അതായത് ഈ ട്രെൻഡ് ലൈനിൽ നിലവിൽ നമുക്ക് അത്യാവശ്യം ഒരു സപ്പോർട്ട് ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത്. നമുക്കിവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത്രയും സൈഡിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് ഇവിടെ വന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി വീണ്ടും സപ്പോർട്ട് എടുത്തു, ഇവിടെ വന്ന് ഇപ്പം ഒരു സപ്പോർട്ട് ലെവലിലാണ് നിൽക്കുന്നത്. സോ ഇത് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് ലെവൽ ആണ്, ട്രെൻഡ് ലൈൻ ആണെന്ന് നമുക്ക് ഇതിനകത്ത് തന്നെ മനസ്സിലാക്കാം. ഇത് അധികം നാളത്തേക്ക് നമുക്ക് വെക്കാൻ പറ്റില്ല, ലോങ്ങിലേക്ക് വെക്കാൻ പറ്റില്ല. ഒരു മാസം അല്ലെങ്കിൽ മാക്സിമം 2 മാസം എന്ന രീതിയിൽ മാത്രമേ നമുക്ക് വെക്കാൻ പറ്റൂ. സോ ഇവിടെ നിന്ന് ഞാൻ അടുത്തൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ട്രെൻഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, സോറി ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, അതുകൂടാതെ ഇവിടെ നിലവിൽ സപ്പോർട്ട് ഉണ്ട്. അതായത് ഈ രണ്ട് ലൈനിന്റെയും കോമൺ ആയിട്ട് ഒരു ഏരിയ വരുന്ന ഇവിടെയാണ് സപ്പോർട്ട് കിട്ടുന്നത്. സോ ഇത് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് ഏരിയയിൽ തന്നെയാണെന്നാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൂടാതെ ഇവിടെ അത്യാവശ്യം ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസ് ഓൾറെഡി 2 പ്രാവശ്യം ബ്രേക്ക് ചെയ്യാൻ നോക്കിയപ്പോഴും വീണ്ടും തന്നെ തിരിച്ച് വരികയാണ് ചെയ്തത്. സോ അത് നല്ലൊരു അത്യാവശ്യം ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പം ഇവിടെ രണ്ട് സപ്പോർട്ട് ലൈനുകൾ ഞാൻ നിലവിൽ വരച്ചു വെച്ചിട്ടുണ്ട്. 51 റേഞ്ച്, 50 അല്ലെങ്കിൽ 51 റേഞ്ച് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടാണ്. അതായത് നിലവിൽ നിൽക്കുന്ന ഏകദേശം സപ്പോർട്ട് ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത്. അതുകൂടാതെ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ഏകദേശം 41 റേഞ്ച്, 40-41 റേഞ്ചിലാണ് അടുത്ത സപ്പോർട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ ഒരു രണ്ട് ലെവലും കൂടെ ട്രൈ ചെയ്യുന്നതിന് പ്രശ്നമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഈ രണ്ട് ലൈൻ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ അടുത്ത റെസിസ്റ്റൻസിൽ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നിടത്തു നിന്ന് അടുത്ത റെസിസ്റ്റൻസിൽ ഏകദേശം 32% ഗ്രോത്തിലൂടെ നമുക്ക് നിലവിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പം തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം നോക്കിയാൽ മതി, നല്ല ബെയറിഷ്നെസ് വോളിയമാണ് നിൽക്കുന്നത്. സോ ചിലപ്പോൾ അടുത്ത ആഴ്ച കൊണ്ട് ചിലപ്പോൾ ഈ ഒരു ട്രെൻഡ് മാറിയിട്ട് ഇതേപോലെ നല്ലൊരു ബൈങ് വോളിയം കിട്ടാൻ സാധ്യതയില്ല എന്നും പറയാൻ പറ്റില്ല. സോ തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം നിലവിൽ ബെയറിഷ്നെസ് ആണ് കാണിക്കുന്നതെങ്കിലും ചിലപ്പോൾ അത് മാറിയേക്കാം. ഇത് നല്ലൊരു സപ്പോർട്ടാണ്. അതുകൂടാതെ ഇപ്പുറത്ത് വരുമ്പോൾ ഒരു സപ്പോർട്ടും കൂടി ഉണ്ട്. അത് ടെസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് പോക്കറ്റ് സൈൻസ് അനുസരിച്ച് നമുക്കത് പ്ലാൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.